ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഡെസ്റ്റിനി, തേർഡ് പാർട്ടി, മെന്റ്, ഇറീപ്ലേസബിൾ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ബന്ധമായിരിക്കാം നിങ്ങളുടേത്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരുടെ ലൈഫിൽ മറ്റേതൊക്കെ വ്യക്തികൾ കടന്നു വന്നാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കടന്നു വന്നെങ്കിൽ പോലും അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ പൂർണ്ണമായിട്ടും അവരുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് സാരം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. അവരൊരു കമ്പാരിസൺ ആണ് ഇപ്പൊ മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം മറ്റാരും ആവുകയില്ല എന്നുള്ളതാണ്. നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും അവരിപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു റൈറ്റ് ആയിട്ടുള്ള പാത്ത് വിട്ടു പോകുന്നതിൽ മനസ്സുകൊണ്ട് ഒരുപാട് ഖേദിക്കുന്ന ഒരു അവസ്ഥ തന്നെ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ, നിങ്ങളുമായിട്ട് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കണക്ഷൻ നിലനിർത്താൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ആ ഒരു കാര്യം ഇവർ ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ട് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടിട്ട് നിങ്ങളെ തിരിച്ചു വേണം, അല്ലെങ്കിൽ നിങ്ങളാണ് ഡെസ്റ്റിനി എന്ന് ആഗ്രഹിച്ച് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ച് വരാൻ നിൽക്കുന്നവരാണ്. അത് തന്നെയാണ് ഇവർ ഈ ഒരു സമയത്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഒരു പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്.